കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് കൂടും കുടുക്കയും എടുത്ത് പുറത്തേക്ക് വന്നിട്ടും കോൺഗ്രസിലേക്ക് ഒരു കസേരയിട്ട് ഇരിക്കാനുള്ള അവസരം PV അൻവറിന് ലഭിച്ചില്ല. അതിനു പുറമെ അൻവറിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് പലകുറി രംഗത്ത് വരികയും കൂടി ചെയ്തതോടുകൂടി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി പോലും പലവട്ടം അനിശ്ചിതത്വത്തിലാകുന്ന അവസ്ഥയിലെത്തിക്കാരില്ല. എന്നാൽ അൻവറിനെ വിടാതെ പിന്തുടരുകയാണ് KFC തട്ടിപ്പ് കേസ്. ഒന്ന് ശ്രദ്ധ പാളിയാൽ അൻവറിന് പിടിവീഴും. അൻവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അറസ്റ്റ് ഭീതിയിൽ തന്നെയാണ്. KFC വായ്പാ തട്ടിപ്പ് കേസിൽ വിജിലൻസ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വിജിലൻസിന്റെ റിപ്പോർട്ട് തേടി. ഈ വിഷയത്തിൽ ED കേസ് എടുത്തിട്ടുണ്ട്. വിജിലൻസ് FIR അടിസ്ഥാനമാക്കിയാണ് കേസ്. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് കേസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. വിജിലൻസ് കേസ് റദ്ദാക്കിയാൽ ED നടപടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. വിജിലൻസ് കേസിനെതിരായ ഹർജി ആയതുകൊണ്ട് EDയോട് ഹൈക്കോടതി വിശദീകരണം ചോദിക്കുകയുമില്ല. ഇപ്പോഴും വിജിലൻസിൽ അടക്കം അൻവറിന് ചില പിടുത്തങ്ങൾ ഉണ്ട് എന്ന അഭ്യൂഹങ്ങളും പുറത്തുവരുന്നു. ഇത് മുതലെടുത്ത് കേസ് ഒഴിവാക്കാനാണ് നീക്കം. അന്വേഷണ റിപ്പോർട്ടിൽ തനിക്കെതിരെ തെളിവുകളില്ല എന്നാണ് അൻവറിന്റെ വാദം. 2015 KFCയിൽ നിന്ന് 12 കോടി വായ്പ എടുത്ത അൻവർ അത് തിരിച്ചടച്ചില്ല എന്നാണ് പരാതി. പലിശയടക്കം 22 കോടി രൂപയാണ് ഇപ്പോൾ തിരികെ നൽകാനുള്ളത്. ഇത് KFCക്ക് വൻ നഷ്ടം വരുത്തിയെന്നാണ് പരാതി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിജിലൻസ് സംഘം പരിശോധന പൂർത്തിയാക്കി മടങ്ങിയെന്നാണ് വിവരം. പിന്നീട് EDയും പരിശോധിച്ചു. അൻവറിന്റെ ബിനാമി ഇടപാടും കണ്ടെത്തി. EDയിൽ നിന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും കിട്ടി. ഇത് അറസ്റ്റിനുള്ള സാധ്യതയാണ്. ഇതോടെയാണ് വേറിട്ടൊരു നീക്കം അൻവർ നടത്തുന്നത്. കൊല്ലത്തെ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണം. ഇതേ തുടർന്ന് കള്ളപ്പണ ഇടപാടിൽ PV അൻവറിനും ഡ്രൈവറിനും അടക്കമുള്ളവർക്കെതിരെ ED കൊച്ചി സോൺ ഓഫീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ED ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞയാഴ്ച അൻവറിന് നോട്ടീസും നൽകി. വിജിലൻസ് കേസ് റദ്ദായാൽ EDക്ക് ഇടപെടാൻ കഴിയില്ല എന്ന നിയമോപദേശം അൻവറിന് കിട്ടിയിട്ടുണ്ട്. അൻവറിന്റെ ഡ്രൈവറായ സിയാദ് അമ്പായത്തിങ്ങലിന് വരുമാനം നോക്കാതെ 2015 7.5 കോടിയുടെ വായ്പയാണ് KFC മലപ്പുറം ബ്രാഞ്ചിൽ നിന്ന് അനുവദിച്ചത്. മാലാംകുളം കൺസ്ട്രക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഓഹരി ഉടമ എന്ന പേരിലാണ് സിയാദിന് നിർമ്മാണ ആവശ്യങ്ങൾക്ക് വായ്പ അനുവദിച്ചത്. സിയാദ് വായ്പ തിരിച്ചടയ്ക്കാതെ വീഴ്ച വരുത്തി. ഈ വായ്പയ്ക്ക് ഈടുവെച്ച വസ്തു തന്നെ പണയം വെച്ച് PVR ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിൽ PV അൻവറിന് 2 വായ്പകളിലായി 5 കോടി രൂപയും അനുവദിച്ചു. സിയാദ് മറ്റൊരു കമ്പനിയുടെ പേരിൽ വായ്പ എടുത്തതും തിരിച്ചടവ് മുടക്കിയതും മറച്ചുവെച്ച് KFCയിൽ വായ്പയേ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയാണ് അതേ ഈട് വെച്ച് അൻവറിന് 5 കോടിയുടെ വായ്പ കൂടി നൽകിയത്. PV അൻവറും ഡ്രൈവർ സിയാദ് അടക്കമുള്ളവർ നടത്തിയ കള്ളപ്പണ ഇടപാടും മാലാംകുളം കൺസ്ട്രക്ഷൻസ് PVR ഡെവലപ്പേഴ്സ് എന്നീ കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകളുമാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. പരാതിക്കാരനായ മുരുകേഷ് നരേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. KFC ചീഫ് മാനേജർ അബ്ദുൾ മനാഫ്, ഡെപ്യൂട്ടി മാനേജർ മിനി, ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ്, PV അൻവർ, PV അൻവറിന്റെ അടുപ്പക്കാരൻ സിയാദ് എന്നിവരാണ് പ്രതിപ്പട്ടികയിൽ. 4ാം പ്രതിയാണ് അൻവർ. ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നും വായ്പ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്നുമാണ് കേസ്. രാഷ്ട്രീയ ജീവിതം അൻവറിന് ഉമിത്തിയാകുന്നുണ്ട് എന്ന കാര്യം കുറച്ചുനാളായി വാസ്തവമാണ്. എന്നാൽ ഇനി രാഷ്ട്രീയ കുപ്പായം അഴിച്ചുവെച്ചുകൊണ്ട് ജയിലിലെ നമ്പർ പതിപ്പിച്ച വെള്ളയിലേക്ക് കൂടുമാറേണ്ടി വരുമോ എന്ന കാര്യം കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.